സ്റ്റോറി. ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര ഫീൽ ഗുഡ് ആണ്. ഇറ്റ്സ് വെരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യെസ്, ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാം. സുരാജേട്ടൻ ഞങ്ങളോടും നന്നായിട്ട് അഭിനയിച്ചു. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, ഫാമിലി കണ്ടിരിക്കാൻ നല്ല എൻറ്റർടൈനിങ് മൂവിയാണ്. ആർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഷോ ആണ്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയല്ലേ എല്ലാവർക്കും പെർഫോം ചെയ്യേണ്ട സ്പേസ് ഉണ്ട്. പിന്നെ ഡയറക്ടർ വളരെ എക്സലൻ്റ് ആണ്, എക്സലൻ്റ് എബിയുമാണ്. ഈ ക്ലാസ് അദ്ദേഹം സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് മലയാള സിനിമയിൽ വളരെയേറെ ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. ഈ ക്ലാസ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിൻ്റെ മ്യൂസിക്കാണ്, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ബൈ ഫാർ രാഹുൽ രാജ് ഇസ് ദ ബെസ്റ്റ് കമ്പോസർ വി ഹാവ് ഹിയർ. ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അദ്ദേഹത്തിന് ചെറിയ ഷട്ടിൽ ഇമോഷൻസിനെ സ്കോർ കൊണ്ട് എലിവേറ്റ് ചെയ്യാൻ അറിയാം. ഒരു ഇന്റർനാഷണൽ ക്ലാസ് അദ്ദേഹത്തിനുണ്ട്. സോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ആൻഡ് ബൈ ഫാർ ഈസ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ അതും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസും പെർഫോം ചെയ്യാനുള്ള എല്ലാം സ്മോൾ ബിഗ്. ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് സ്റ്റോറി പറഞ്ഞു. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിരുന്ന ഒരു സിനിമയാണ്. ജോർജ്, അലൻസിയർ, സുരാജ്. അസാധ്യ സിനിമ എന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അത് വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷേ ലൈഫ് ഭയങ്കരമായിട്ട് പടത്തിൽ ഓൾറെഡി ഉണ്ട്. എന്തെങ്കിലും ഒരു പടത്തിൽ പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു എലമെന്റ്സ് ഒരുപാടുണ്ട്. ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. ഒരു ഫാമിലിയിലെ 3 ചേട്ടനന്മാർ അവരുടെ ലൈഫ് അവർ ഒരുമിച്ച് ഒരു കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഇതിലൊരു പച്ചപ്പും അല്ലേ, ഒരു എല്ലാം ഷോർട്സും എല്ലാം നല്ല രസമായിരുന്നു. മ്യൂസിക് ഒരു ഫീൽ ഗുഡ് മൂവി, ഒന്നും കുറ്റം പറയാനില്ല. ചേട്ടൻ അടുത്ത പരിപാടി എപ്പോഴാണ് വാങ്ങി? എൻ്റെ എപ്പോഴും ഡ്രാമ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് ആയിട്ട് എപ്പോഴും നമുക്ക് നല്ലതാണെന്ന് പറയാനും പറ്റില്ല. സോ ഇറ്റ്സ് മിക്സ്ചർ ഓഫ് എവറിത്തിങ്. അപ്പോൾ ഞാൻ പടം കഴിഞ്ഞിട്ട് 2 വർഷം മുമ്പാണ് പടം ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഐ ഫീൽ വെരി ഹാപ്പി ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഞാനിപ്പോൾ തിയേറ്റർ ഒരു പ്രോജക്റ്റുമായിട്ട് എനിക്ക് നെക്സ്റ്റ് വീക്ക് ഷോ ഉണ്ട്. ഞാൻ നാളെ ഡൽഹിയിലേക്ക് പോകും. ഇല്ല, ഐ എം ആൻ ആക്ടർ.